ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 11. അർഹതയില്ലാത്ത സമ്മാനം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 1 അധ്യായം 15 വാക്യം. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു സമ്മാനം തന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അവളിൽ നിന്ന് ഇത്രയും നല്ലൊരു സമ്മാനത്തിന് അർഹയാകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അനുഭവിക്കുന്ന ചില ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് കേട്ടതിനു ശേഷമാണ് അവൾ അത് അയച്ചത്. പ്രായമായ ഒരു മാതാവ്, അവളുടെ ചെറിയ കുട്ടികൾ, ജോലി സ്ഥലത്തെ അസ്വസ്ഥതകൾ, ദാമ്പത്യത്തിലെ പിരിമുറുക്കം എന്നിവയാൽ അവൾ എന്നേക്കാൾ കൂടുതൽ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു. എന്നിട്ടും അവളേക്കാൾ കൂടുതൽ അവൾ എന്നെക്കുറിച്ച് ചിന്തിച്ചുവെന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ലളിതമായ സമ്മാനം എന്നെ കണ്ണീരിലാഴ്ത്തി. സത്യത്തിൽ നാം എല്ലാവരും ഒരിക്കലും അർഹിക്കാത്ത ഒരു സമ്മാനത്തിന് സ്വീകർത്താക്കളാണ്. പൗലോസ് ഇപ്രകാരം പറഞ്ഞു: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അവൻ പറയുന്നു, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശു കൃപയുടെ സൗജന്യദാനത്തെക്കുറിച്ച് പൗലോസിന് ആഴത്തിലുള്ള ധാരണ നൽകി. തൽഫലമായി ആ സമ്മാനത്തിന് അർഹതയില്ലാത്ത സ്വീകർത്താവ് എന്നതിൻ്റെ അർത്ഥമെന്താണെന്ന് അവൻ മനസ്സിലാക്കുകയും ദൈവസ്നേഹത്തിന്റെ ശക്തമായ ഉപകരണമായി മാറുകയും ദൈവം തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പലരോടും പറയുകയും ചെയ്തു. ദൈവകൃപയാൽ മാത്രമാണ് നമുക്ക് ശിക്ഷയ്ക്കു പകരം സ്നേഹവും ന്യായവിധിക്കു പകരം കരുണയും ലഭിക്കുന്നത്. ഈ ഈസ്റ്റർ ദിനത്തിൽ ദൈവം നൽകിയ അനർഹമായ കൃപയെ നമുക്ക് ആഘോഷിക്കാം. ആ കൃപ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുവാനുള്ള വഴികൾ അന്വേഷിക്കാം. ചിന്തിക്കുക, കൃപയുടെ അത്ഭുതകരമായ സമ്മാനം നിങ്ങൾ എങ്ങനെയാണ് കാണാതെ പോയത്? ഒരിക്കൽ കൂടി ഈ കൃപയാൽ പ്രചോദിതമാകുന്നത് എങ്ങനെ അനുഭവിക്കാം? ദൈവത്തിന് മഹത്വം.